നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലനും മിത്ര ആകാശവും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. പിന്നീട് മിത്രയോടാല് ബാലൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്താന്ന്. മിത്ര അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എനിക്ക് പണം തരാൻ തുടങ്ങിയ സമയത്താണ് വിജിലൻസ് സാർ അങ്ങോട്ടേക്ക് വന്നത്. പിന്നെ സോഡിയം കാർബണേറ്റിൽ കൈമുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കൈക്കൂലി വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് അവർ മീനാക്ഷിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ബാലിന് സഹിച്ചില്ല. ബാലിന് വല്ലാത്ത ടെൻഷനെ. ബാലൻ പറഞ്ഞു, ഇതൊരു കാര്യം ഉറപ്പാ, ഇത് ആരോ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്ത ഇതൊരു ചതിയാന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അതേങ്കളെ ഇതൊരു ചതി തന്നെയാണ്. മനഃപൂർവ്വം മീനാക്ഷി ചേച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തൊരു ചതിയാ. എങ്ങനെയെങ്കിലും മീനാക്ഷി ചേച്ചി രക്ഷിച്ചാൽ മതിയാവുള്ളൂ. ഇതുവരെ ഒരു കൈക്കൂലൊന്നും മേടിക്കാത്ത ഒരാളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അല്ല ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നോട് മീനു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ മാഡത്തിൻ്റെ വീട്ടിൽ പോയി പണം വാങ്ങിക്കണമെന്നുള്ള. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. രാവിലെ കട തിരക്കാന്ന് പറഞ്ഞു വെച്ചാൽ. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. ആ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണമെന്ന് പറഞ്ഞു. മിത്ര ഇനി അധികം താമസിപ്പിച്ച് കൂടാങ്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം. മീനാക്ഷി അച്ഛനൊന്ന് കയറി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് മീനാക്ഷി അവിടെ നിൽക്കുന്നുണ്ട്. മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകാശം ഓടിച്ചെന്ന് മീനിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് മീനു, ഇതെന്താ മീനു, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. മീനാക്ഷി ആ കൈക്കിട്ട് ഒറ്റ തട്ടായിരുന്നു. തൊട്ടുപോലെ തൻ്റെ കയ്യായിരുന്നു പറഞ്ഞു. ആകാശം ബാലനും മിത്രയൊക്കെ ഞെട്ടിപ്പോയി. എന്താ മീനു, എന്താ കാര്യം എന്ന് ചോദിച്ചു. ദേ എൻ്റെ കൺമുന്നിൽ പോലും നിങ്ങളെ കണ്ടേക്കരുത്, മാറിപ്പോകാനായിട്ട് പറഞ്ഞു. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? ആകാശ് പറയണ സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏത് വിധേന എന്നെ ആ കസേര നടക്കും. പിന്നെ അത് മാത്രമല്ല, ആ കടയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ അത് വാങ്ങിച്ചെടുക്കുമെന്നും പറഞ്ഞു. പക്ഷെ ഇത്ര വൃത്തികെട്ട കളി കളിച്ച് കൈക്കൂലി കേസിൽ പെടുത്തി എന്നെ കൊടുക്കുമെന്ന് കരുതിയില്ല. ആ സർട്ടിഫിക്കറ്റ് മേടിക്കാണ്ട് ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, നീനും ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല. വേണ്ട ആകാശേ, ഇതിനു മുമ്പ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫയൽ അടിച്ചു മാറ്റി വെച്ചതല്ലേ ആകാശ്, എൻ്റെ ജോലി കളയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തായി? ഒടുവിൽ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം അന്നങ്ങനെ സംഭവിച്ചില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, അറിയാലോ. കൈക്കൂലി കേസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാണം കിടും. എനിക്ക് ആകാശിന്റെ മുഖം പോലും കാണുന്ന ഇഷ്ടമില്ല. ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ആകാശ് ഇങ്ങനത്തെ അങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് നോക്കണം മീനുവിനെ. ഈ സമയത്ത് ബാലന് ദേഷ്യം വന്നു. ബാലൻ ചോദിച്ചു, ഓഹോ അപ്പൊ ഇതാണല്ലേ കാര്യമല്ലേ, ഇറങ്ങി പോടാ ഇവിടുന്ന്, നിന്നോടല്ലേ പോകാൻ പറഞ്ഞെന്ന് ചോദിച്ചു. ആകാശിനെ അവിടെ നിന്ന് കൂടെ ഇറക്കി വിട്ടു. ആ സമയം മിത്ര എന്നിട്ട് പറഞ്ഞു, മീനാക്ഷി ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാന്ന് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാരണം തെറ്റുകാരിൽ നിന്ന് മുദ്രകുത്തി എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ നിരപരാധിയാ. ഞാൻ ഒരിക്കലും അങ്ങനെ കൈക്കൂലിയൊന്നും മേടിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിൽ ചതിയുണ്ടെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അതെനിക്ക് അപ്പോഴേ തോന്നിയതാ. ശരിക്കും എന്താ മീനാക്ഷി ചേച്ചി സംഭവിച്ചെന്ന് ചോദിച്ചു. മീനാക്ഷി നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരോ ശരിക്കും കിടന്ന് കളിച്ചിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട, ആ സത്യങ്ങളൊക്കെ നമുക്ക് അധികം വൈകാതെ പുറത്തു കൊണ്ടുവരാന്ന് പറഞ്ഞു. മിത്രയുടെ ഇപ്പോൾ ഒരു പോലീസ് ബുദ്ധിയാണല്ലോ, പോലീസ് മൈൻഡിലാണ് അവൾ ചിന്തിക്കുന്നത്. കാരണം കളത്തരങ്ങളെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നത്. ബാലൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, എനിക്ക് പരിചയത്തിലുള്ളൊരു വക്കീലുണ്ട്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവിടെ നിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ. ഇത് കൈക്കൂലി കേസല്ലേ. പിന്നെ അത് മാത്രമല്ല, ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഇവരോട് അപേക്ഷിക്കണം പോലും. പിന്നെ എനിക്ക് ഇവരും ജാമ്യം കിട്ടും. പക്ഷേങ്കിൽ അങ്ങനെ ഞാൻ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, അല്ല മോളെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതെ അച്ഛനൊക്കെ പോയിക്കോ, പേടിക്കൊന്നും വേണ്ട, എൻ്റെ കാര്യം എടുത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. ഇന്നൊരു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നാലും ഞാൻ എന്താണെങ്കിലും ചെയ്യാത്ത തെറ്റ് ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഉറച്ച് വിശ്വസിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, സാരമില്ല മീനി ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ പുറത്ത് നിന്നോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, എനിക്ക് ആ SI ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലനും മിത്രനും കൂടെ SIനെ കാണാൻ കയറി. SIനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ആ പെണ്ണിന്റെ അഹങ്കാരം ചില്ലറയില്ല, അവളുടെ കാരണം തൂക്കി രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിയതാ, പിന്നെ അപ്പോൾ വെറുതെ വിട്ടത് അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പറയണം. ബാലൻ പറഞ്ഞു, സാറേ മീനാക്ഷി എൻ്റെ മരുമകളാണ്, അവൾ പാവം കുട്ടിയാ, അവൾ അത്ര കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞു. പിന്നെ പാവമാണ് പോലും, പാവമായിട്ടാണല്ലോ കൈക്കൂലി മേടിച്ചത്. അവർക്ക് നാണം ഉണ്ടെങ്കിൽ കൈക്കൂലി മേടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുക. മീനാക്ഷി ഒരിക്കലും അങ്ങനെ കൈക്കൂലി മേടിക്കില്ലെന്നുള്ള കാര്യം അറിയാം.
അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, സാറേ ഇതിൻ്റെ പിന്നിൽ എന്തൊരു ചതിയുണ്ട്, ആ ചതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ എന്തായിരുന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും. എൻ്റെ മോള് ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുന്നവളല്ല എന്ന് പറഞ്ഞു. പിന്നെ തെറ്റ് ചെയ്യുന്നവളല്ല പോലും. ഇനി കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറഞ്ഞു. സാറേ ജാമ്യം ഒന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല, കോടതി ഹാജരാക്കും, അപ്പം ജാമ്യം എടുത്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് സാറേ, പെൺകുട്ടിയാണ്, അവളുടെ ഭാവിയെ കരുതിയെങ്കിലും. ഭാവിയോ? കൈക്കൂലി മേടിക്കുമ്പോൾ ഓർക്കണമായിരുന്നു, അല്ലെങ്കിൽ ജോലി കയറിയിട്ട് അധികം നാളൊന്നും ആയില്ലോ, അതിനു മുമ്പ് കൈക്കൂലി മേടിക്കാനും തുടങ്ങിയില്ലേ. ഇങ്ങനെയുള്ള നമ്മൾക്കിട്ടൊക്കെ നല്ല പണി കിട്ടുക ചെയ്യണ്ടേ, ഇവൾമാരെയൊക്കെ ഡിസ്മിസ് ചെയ്ത് വീട്ടിലെടുത്തുക വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കിടന്ന് ദേഷ്യപ്പെടുവാണ്. ബാലന് മനസ്സിലായി ഇയാളുടെ അടുത്തുനിന്നൊരു നീതി കിട്ടാൻ പോകുന്നില്ല. തൻ്റെ മോള് കുറ്റക്കാരിയാന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര നാൾ മുന്നോട്ട് പോകുന്നല്ലോ അറിയത്തില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്കൊക്കെ, ബാലനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ മീനാക്ഷിയോട് വിഷമിക്കാതിരിക്കുക, ഞങ്ങളുടെ വക്കീലിനെ പോയി കണ്ട് വക്കീലിനെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ആകാശ് അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആകാശിന് മനസ്സിലായി ആരും എന്തോട് കളി കളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും മീനാക്ഷിയെ പിടിക്കേണ്ടതല്ല. കൃത്യ പൈസ കൊടുക്കണ സമയത്ത് വിജിലൻസുകാരൊന്ന് പൊക്കണമെങ്കിൽ അതൊറ്റാണ്. അപ്പം ആ പൈസ എവിടുന്ന് കിട്ടി? അമ്മയോട് വന്ന് പറഞ്ഞത് വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡാന്നല്ലേ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ അവൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലനും അവരൊക്കെ ഇറങ്ങി മിത്രയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് ആകാശം ചോദിച്ചു, എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ബാലൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടരുത്, ഇപ്പോഴല്ലേടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ, നീ അവളെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ അവളെ ഞങ്ങളോട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അച്ഛൻ എന്ത് വർത്താനോ പറയണേ? അല്ല ഇത് കേട്ടിപ്പോൾ ആകാശ് പറഞ്ഞു, അച്ഛൻ എന്ത് വർത്താനോ പറയണേ? ഞാൻ അങ്ങനെ ചെയ്യുന്ന അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എടാ നീ അവളെ വെല്ലുവിളിച്ചു, പിന്നെ എന്തിനാ? അത് പിന്നെ അച്ഛാ, അപ്പം ജയിക്കാൻ വേണ്ടി ഞാൻ വെല്ലുവിളിച്ച, പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മിത്രോട് ആകാശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ആരാണെങ്കിലും മീനാക്ഷി ചേച്ചി കുടിക്കുന്നതാണെങ്കിലും നമുക്ക് കണ്ടെത്താന്ന് പറഞ്ഞു. ആദ്യം കണ്ടെത്തേണ്ടത് അയാളെയാണ്. ഈ പണം കൊണ്ട് അമ്മയുടെ കൊടുത്ത ആരാന്നറിയണം. വീണാമ്മടത്തിന് ഹസ്ബൻഡ് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നറിയണം. വീണാമ്മടത്തിന് ഹസ്ബൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ആകാശിനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകാശ് ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, അവിടെ പോയി അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് നോക്കുക, ആ ഹസ്ബൻഡിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുക, അപ്പോഴറിയാലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബാലൻ തോന്നിയാൽ നല്ലൊരു കാര്യമെന്ന്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നേരത്തെ ചെയ്യണം, അല്ലാതെ പിന്നെ വെച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒടുവിൽ അവരവിടെ പോകാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും മീനാക്ഷിയെ ഒരു ദിവസമെങ്കിലും പോലും ലോക്കപ്പ് കിടത്താതെ പുറത്തെത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ബാലനും ആരനും ആകാശം എല്ലാവരും ചേർന്നിട്ട് മീനാക്ഷിയെ പുറത്തെത്തിക്കുക തന്നെ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഈ പണി കൊടുത്ത അച്യുതനാന്നുള്ള കാര്യങ്ങളൊക്കെ അവരറിയാനായിട്ട് പോവുകയാണ്. അച്യുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ വിടത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.